ചിരട്ടയിൽ വിസ്മയം തീർക്കുന്ന ഒരു കുടുംബമുണ്ട് തൃശ്ശൂരിലെ ചേലക്കരയിൽ. ഇവരുടെ വീടിനോട് ചേർന്നുള്ള കൊച്ചുമുറിയുടെ വാതിൽ തുറന്നാം ചിരട്ടയിൽ തീർത്ത ഒരു കരകൗശല വസ്തുക്കളുടെ വൻ ശേഖരം തന്നെ കാണാം. ആ കാഴ്ചയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ചേലക്കര ഇളനാട് നരിക്കുണ്ടിലെ പുറമ്പോക്കു ഭൂമിയിലെ ഓടുമേഞ്ഞ കൊച്ചു വീട്. അതിനോട് ചേർന്നുള്ള ചായ്പിലാണ് ഈ ചിരട്ടക്കൂടാരം. കുഞ്ഞുവാതിൽ തള്ളിമാറ്റി അകത്തു കയറിയാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ചിരട്ടയിൽ തീർത്ത വിസ്മയ കാഴ്ചകൾ. ജയൻ മങ്ങോട്ടിലിന്റെയും കുടുംബത്തിന്റെയും അധ്വാനത്തിന്റെ ഫലമാണിത്. മരപ്പണി ഉപജീവനമാക്കിയ ജയന് രോഗം ബാധിച്ച് 6 മാസത്തോളം വീട്ടിൽ കഴിയേണ്ടി വന്നു. ഇതിനിടയിൽ ഒരു സുഹൃത്ത് അയച്ചു നൽകിയ യൂട്യൂബ് വീഡിയോ കണ്ടാണ് ചിരട്ടയിൽ കരകൗശലം തുടങ്ങിയത്. കൂട്ടിന് അമ്മ ലക്ഷ്മിയും ഭാര്യ പ്രമീനയും 3 മക്കളും കൂടി ചേർന്നതോടെ ചിരട്ടയിൽ വിരിഞ്ഞത് വിസ്മയങ്ങൾ. അത് എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ചിത്രം വരച്ചു തരുന്ന മൂത്ത മകനാണ് അതിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചു തരിക. പിന്നെ ഭാര്യ അമ്മയാണ് ഇത് പണിയുന്ന ആൾക്കാർ. ഞാൻ ഫിനിഷിങ് മാത്രമേ എനിക്ക് ഉള്ളൂ, ലാസ്റ്റത്തെ പണി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ പണിക്ക് പോകുമ്പോൾ ഭാര്യ അമ്മയും കൂടി അതൊക്കെ ചെയ്ത് ഒക്കെ ശരിയാക്കി വയ്ക്കും. ഞായറാഴ്ചകൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് അത് പൂർത്തിയാക്കുകയാണ് പതിവ്. വിശ്വരൂപം, നടരാജ വിഗ്രഹം, 6 അടി ഉയരത്തിൽ ഗുരുവായൂരപ്പൻ വിളക്ക്, അയ്യപ്പൻ വിളക്ക്, ഗണപതി വിളക്ക് തുടങ്ങി ഗ്രാമഫോണും റാന്തൽ വിളക്കും ഇലക്ട്രോണിക് ടേബിൾ ലാമ്പ് വരെ ചിരട്ടയിൽ ഈ കുടുംബം നിർമ്മിച്ചത് 100 ഉൽപ്പന്നങ്ങൾ. ചിരട്ട കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ ജീവിതമാർഗമാക്കാൻ ഈ കുടുംബം ശ്രമിച്ചെങ്കിലും വാങ്ങാൻ ആളില്ലാത്തതാണ് പ്രതിസന്ധി. വ്യവസായി യൂസഫ് അലിയുടെ പ്രതിമ ചിരട്ട കൊണ്ട് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബം. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24.